ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച് മായ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് എന്തെന്ന് നേടിത്തരുന്ന ഒന്നാണ് മിറർ പ്രിൻസിപ്പിൾ. മിറർ പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് റിയാലിറ്റി ഈസ് ലൈക്ക് എ മിറർ. റിയാലിറ്റി എന്നത് ഒരു മിറർ പോലെയാണ്. നമുക്കൊരു മിററിൽ നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ മിററിൽ അതിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ രൂപമാണ് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നത്. അതാണ് നിങ്ങളുടെ പ്രതിഫലനമാണ് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നത്. നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു കറുത്ത പാട് കണ്ടു, അല്ലെങ്കിൽ ഒരു കരി പുരണ്ടിരിക്കുന്നതായി കണ്ടു. നിങ്ങൾ ആ കണ്ണാടിയിൽ എത്ര തന്നെ മായ്ച്ചാലും പിന്നെ നിങ്ങളുടെ ആ മുഖത്തെ കറുത്ത പാട് അല്ലെങ്കിൽ ആ കരി കാണും. നിങ്ങൾ എത്ര തന്നെ പിന്നെ മായ്ച്ചാലും അത് നിങ്ങളുടെ മുഖത്ത് തന്നെ കാണും. അപ്പം നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങളുടെ മുഖത്ത് ആ പാടിനെ നിങ്ങൾ മാറ്റിയാലാണ് നിങ്ങളുടെ കണ്ണാടിയിലെ പ്രതിഫലനത്തിൽ ആ കറുത്ത പാട് ഇല്ലാതാകത്തുള്ളൂ. അത് തന്നെയാണ് ഈ മിറർ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമ്മൾ ഈ കണ്ണാടിക്ക് മുന്നിൽ വെക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മളുടെ റിയൽ ലൈഫായിട്ടും നമ്മളുടെ കണ്ണാടിയിൽ കാണുന്ന പ്രതിഫലനത്തിനെ നമ്മളുടെ റിയൽ ലൈഫായിട്ടും നമ്മളുടെ കണ്ണാടിക്ക് മുന്നിൽ വെക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മളുടെ മൈൻഡായിട്ടും നമുക്ക് കാണാം. അതായത് നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മൾ എത്രയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താലും എത്രയൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലും നമ്മളുടെ മൈൻഡ് മാറാതെ ഒന്നും തന്നെ മാറുകയില്ല. അതാണ് നമ്മളുടെ മിറർ പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ബാഹ്യമായ മാറ്റങ്ങൾ നേടണമെങ്കിൽ നമ്മളുടെ മൈൻഡാണ് ആദ്യം മാറേണ്ടത്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ എങ്ങനെയാണോ നമ്മളുടെ ലൈഫ് അതുപോലെ ആയിത്തീരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതിന് കാരണം നിങ്ങളറിയാതെ എപ്പോഴൊക്കെയോ ചിന്തിച്ചു പോയ പല ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാതെ ഉണ്ടായ പല പേടികൾ, അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഈ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ലോൺ അടയ്ക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളറിയാതെ എപ്പോഴോ ചിന്തിച്ചിട്ടുണ്ട്, എപ്പോഴോ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏതൊരു അവസ്ഥയ്ക്കും കാരണം നിങ്ങൾ എപ്പോഴോ ആയിരിക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചിട്ടുള്ള ഏതൊക്കെയോ തോട്ട്സാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനെ അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ്. അപ്പം ഇത്രയും പവർഫുള്ളായൊരു മൈൻഡിനെ നമുക്ക് പോസിറ്റീവായി ചിന്തിച്ച് നമ്മളുടെ ലൈഫിൽ ഓരോ ഡ്രീംസ് അല്ലെങ്കിൽ നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് മൈൻഡിനെ കുറിച്ച് അറിയാം. ഹ്യൂമൻ മൈൻഡ്സിന് 3 ലെവൽസ് ആണ് ഉള്ളത്. അതായത് 3 ഡയമെൻഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് 3D ലെവലിലുള്ളതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. അതായത് നമ്മൾ കാണുന്നത് എന്തും നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്തുമാണ് ഈ കോൺഷ്യസ് മൈൻഡിലൂടെ ഉള്ളത്, അതായത് 3D ലെവലിലുള്ളത്. 4D ലെവൽ എന്ന് പറയുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് കോൺഷ്യസ് മൈൻഡിന് മുകളിലാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള തോട്ട്സ്, ബിലീഫ്സ്, നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേട്ടതും കണ്ടതും അറിഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞു തന്നതുമായ നമ്മളുടെ ഉള്ളിലുള്ള ഓരോരോ വിശ്വാസങ്ങളാണ് നമ്മളുടെ 4D ലെവൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. അടുത്തതെന്ന് പറയുന്നത് 5D, അതായത് ക്വാണ്ടം ലെവൽ. ആ ലെവലിലാണ് എല്ലാ പോസിബിലിറ്റീസും ഉള്ളത്. അതായത് നമ്മൾ പരമോന്നതം, ദൈവം, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് ഈ 5D ലെവൽ. നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ്, അതായത് ഈ ദൈവം നമുക്ക് എന്ത് തരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ ലൈഫ് മാറുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അറിയാം. സത്യത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതിന് സത്യം എന്താണെന്നോ മിഥ്യ എന്താണെന്നോ അറിയില്ല. അതിനോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് വിശ്വസിക്കും. പക്ഷെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അതായത് ബോധ മനസ്സെന്ന് പറയുന്നത് നമുക്ക് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളെ മാത്രമേ അത് വിശ്വസിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കുള്ള വിശ്വാസങ്ങൾ എങ്ങനെയാണോ അതാണ് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പലരും നമുക്ക് പറഞ്ഞു തരും, നമുക്ക് പണമില്ല, അല്ലെങ്കിൽ നമ്മൾ പാവങ്ങളാണ്, അതുകൊണ്ട് നമുക്ക്
വലിയ വീടുകൾ സ്വന്തമാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വലിയ കാറ് സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറയും. അത് നമ്മളുടെ ഉള്ളിൽ അന്ന് തൊട്ട് കിടക്കുന്ന ആ ചിന്തകളാണ് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ എത്രയൊക്കെ ആയാലും നമ്മളുടെ മനസ്സ് എപ്പോഴും ഒരു ബ്ലോക്ക് ഉണ്ടാകും. അതായത് നിന്നെ കൊണ്ട് ഇതിന് പറ്റില്ല, നിനക്കിത് സാധിക്കില്ല എന്നൊരു രീതിയിൽ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേരൻസിന് ഇപ്പോൾ ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ ഷുഗറുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും ഷുഗർ വരും, സൂക്ഷിക്കണം എന്നൊക്കെ എപ്പോഴും കുഞ്ഞുനാളോട്ട് വരെ എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. എൻ്റെ പേരൻസിന് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരുപാട് പഞ്ചസാര അല്ലെങ്കിൽ ജിലേബി ലഡു ഇഷ്ടം പോലെ കഴിക്കും. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, നിൻ്റെ പേരൻസിന് ഷുഗർ ഉള്ളതുകൊണ്ട് നിനക്ക് ഷുഗർ വരുമെന്ന്. പക്ഷെ അന്നൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനൊരു 9 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, എനിക്കൊരു അസുഖം വരണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പെർമിഷൻ കൊടുക്കണമെന്ന്. അന്ന് സത്യത്തിൽ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ഇതുവരെ 33 വയസ്സായിട്ട് ഇതുവരെ എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞൊരു അസുഖമേ ഇല്ല. ഞാൻ എല്ലാ വർഷവും ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്ന ആളാണ്. അതിനി ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. ഇപ്പോഴും ഞാൻ ഒരുപാട് ഷുഗർ യൂസ് ചെയ്യാറുണ്ട്. ഒരു കപ്പ് ചായക്ക് തന്നെ ഞാൻ 3-4 ടീസ്പൂൺ ഷുഗർ ഇടാറുണ്ട്. ഇനി 5D, അതായത് നമ്മുടെ ക്വാണ്ടം ലെവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 5D എന്ന് പറയുന്നത് എവറിത്തിങ് എക്സിസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഓൾ അറ്റ് വൺസ്. അതായത് എല്ലാ കാര്യങ്ങളും ഒരേ സമയം തന്നെ നിലനിൽക്കുന്നതായ ഒരു ലെവലാണ് 5D അല്ലെങ്കിൽ ക്വാണ്ടം ലെവൽ. അതായത് നമ്മളുടെ ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നമുക്ക് എല്ലാം തരാൻ സാധിക്കുമെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? കാരണം അതെല്ലാം അവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഈ ലെവലിൽ നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും രോഗിയായിട്ടിരിക്കാനും നല്ലൊരു റിലേഷൻഷിപ്പിനകത്തായിരിക്കാനും അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്തായിരിക്കാനോ അല്ലെങ്കിൽ ഒരു പണക്കാരനായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനായിട്ടിരിക്കുവാനോ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു പോസിബിലിറ്റീസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് എന്താണോ ചൂസ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജലത്തിനെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ജലത്തിന് ഒരുപാട് ചൂട് അപ്ലൈ ചെയ്യണം. അതായത് ഒരു 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജലം നീരാവിയായിട്ട് പോകും. അതേ സമയത്ത് നമ്മൾ ജലത്തിനകത്ത് നിന്ന് ഊർജ്ജമെടുത്ത് അല്ലെങ്കിൽ ലോ ലെവൽ എനർജിയിലേക്ക് ജലത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ജലം തന്നെ ഐസ് രൂപത്തിലും ആകും. അതായത് ഒരു സാധനത്തിന് തന്നെ പല രൂപത്തിലേക്ക് മാറാൻ പറ്റും. നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏത് ലെവലിലാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ രൂപം മാറുന്നത്, റിയാലിറ്റി മാറുന്നത്. അതുപോലെ ഈ ക്വാണ്ടം ലെവലിൽ നിന്ന് ക്വാണ്ടം ലെവലിലേക്ക് നിങ്ങൾ എന്ത് ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നു, അതെങ്ങനെയാണ് നിങ്ങൾ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത്, ഏതവസ്ഥയിലാണോ ഇപ്പോൾ, അതിനനുസരിച്ചാണ് നിങ്ങൾ ക്വാണ്ടം ലെവലിൽ നിന്നും ചൂസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് റിച്ച് ആകാനും പറ്റും, പുവർ ആകാനും പറ്റും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏത് എനർജി ലെവലിലേക്കോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലേക്ക് മാറ്റണമോ, നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡിൻ്റെ ഫ്രീക്വൻസി മാറ്റണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു റേഡിയോ ഓണാക്കി കഴിഞ്ഞിട്ട് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് ട്യൂണാവുന്നത് ഒരു 100 FM ആണെന്ന് വെച്ചോ. പക്ഷെ നിങ്ങൾക്ക് കേൾക്കേണ്ടത് 94 FM പാട്ടുകളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആ റേഡിയോനെ പ്രോഗ്രാം ചെയ്ത് 94 FM മാറ്റും, അല്ലേ? അല്ലാതെ 100 FM വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ 94 FM പാട്ട് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് റിച്ച് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അതിൻ്റേതായ ഫ്രീക്വൻസിയിലേക്ക്, നിങ്ങളുടെ ചിന്തകളെ അതിൻ്റേതായ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വളരെ നിരാശയിലാണ്, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ബോഡിക്ക് തന്നെ ഒരു എനർജി കുറവായിട്ട് തോന്നും. അതായത് നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ മൈൻഡിനും ഒരു ലോ എനർജി ലെവലിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായ കാര്യങ്ങളെല്ലാം ലോ എനർജി ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഇനിയും കൂടുതൽ പരാജയമായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഫെയിലർ ആയിരിക്കാം. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു ലോ എനർജി ലെവലിലുള്ള ആൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പല പല ഡ്രീമുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ലൈക്ക് നിങ്ങൾക്ക് റിച്ച് ആവണോ, നിങ്ങൾക്ക് ഹെൽത്തി ആവണോ, നിങ്ങൾക്ക് എന്താണോ അട്രാക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ എനർജിയെ ആ ഒരു ലെവലിലേക്ക് മുകളിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ എനർജിയെ ആ ഒരു ലെവലിലേക്ക്, അതായത് 3Dയിൽ അതായത് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ഉയർത്തുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി നിങ്ങൾ എന്ത് ചെയ്യും?
യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കോർ ബിലീവാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിയാലിറ്റിയായി നേടിയിരിക്കുന്നത്. ഈ കോർ ബിലീഫിനെ നമുക്ക് മാറ്റി എഴുതണം. അതിനെയാണ് നമ്മൾ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. അങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ വിശ്വാസങ്ങളും, അതായത് പണ്ട് നമുക്ക് പലരും പറഞ്ഞു തന്നതായിരിക്കും, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, പലരും അടിച്ചേൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള പല വിശ്വാസങ്ങളും നമ്മൾ മാറ്റി എഴുതിയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഫ്രീക്വൻസി ലെവൽ, നമ്മളുടെ എനർജി ലെവൽ, ഫ്രീക്വൻസി ലെവൽ നമ്മൾ ഒരുപാട് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുന്നത് എന്നതിനെ പറ്റി ഞാൻ വീഡിയോകൾ ചെയ്യാം. നിങ്ങൾക്കിപ്പം റിച്ച് ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ധനവാനെ പോലെ തന്നെ തിങ്ക് ചെയ്യുകയും ആക്ട് ചെയ്യുകയും ബിലീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റൂ. വെറുതെ ഇരുന്നിട്ട് എനിക്കൊരുപാട് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് റിച്ച് ആയിട്ട് മാറണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഒന്നും നേടാനൊക്കത്തില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വളരെ മുഷിഞ്ഞ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിന്നിട്ട് ഞാൻ റിച്ചായി മാറുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എത്ര എഫക്റ്റീവ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരിക്കലും വർക്കൗട്ട് ആകത്തില്ല. കാരണം നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം അതിലേക്ക് ഡിഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ പിന്നെയും അതിലും മോശമായ അവസ്ഥയിലേക്ക് താണു പോകത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് യുവർ റിയാലിറ്റി. ആ റിയാലിറ്റിയെ വിട്ടേക്കോ. അത് ഇതുവരെയുള്ള കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒന്നും നേടാൻ കഴിയുകയില്ല. ഇപ്പം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്കൊരു സമാധാനമുള്ള ലൈഫാണോ വേണ്ടത്, നിങ്ങൾക്ക് വളരെയധികം പണമാണോ, സാമ്പത്തികമാണോ വേണ്ടുന്നത്, നിങ്ങൾക്ക് ഹെൽത്ത് ആണോ വേണ്ടുന്നത്, നിങ്ങൾക്ക് ആരോഗ്യമാണോ വേണ്ടുന്നത്, എന്താണോ വേണ്ടുന്നത്, നിങ്ങൾ അതായിരിക്കുന്നു എന്ന് ചിന്തിക്കുക, വിശ്വസിക്കുക, അതുപോലെ നിങ്ങൾ പെരുമാറുക. അതായത് നിങ്ങൾക്കൊരു രോഗമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഹെൽത്തി ആവണം എന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങൾ ആദ്യം എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ഹെൽത്തി ആയിരിക്കുന്നതിൽ, ഞാൻ ആരോഗ്യവതിയായിരിക്കുന്നതിൽ അല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കുന്നതിൽ യൂണിവേഴ്സിന് നന്ദി എന്ന് എപ്പോഴും നിങ്ങൾ ഓർക്കുക. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും വേണം. അത് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ വിശ്വസിക്കുക, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ആരോഗ്യവതിയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് വരുന്നിട്ട് നിങ്ങൾ പറയരുത്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് ഇന്ന അസുഖമാണ്, ഇത്ര നാൾ കൊണ്ട് ഇന്ന അസുഖമുണ്ട്, ഇത്ര ഗുളിക കഴിക്കുന്നുണ്ട്, ഇത്ര ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഈ പഴയ കാര്യങ്ങൾ പിന്നെയും മറ്റുള്ളവരുടെ അടുത്ത് വിവരിക്കുന്നത് നിർത്തുക. നിങ്ങൾ എപ്പോൾ തൊട്ട് വിശ്വസിച്ച് തുടങ്ങുന്നു നിങ്ങൾ ആരോഗ്യവതിയാണെന്ന് അല്ലെങ്കിൽ ആരോഗ്യവാനാണെന്ന്, അപ്പം തൊട്ടാണ് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുകയാണ് നിങ്ങൾ ആരോഗ്യവതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടെന്നോ പഴയ കാര്യങ്ങളോ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും സംസാരിക്കാതിരിക്കുക. നിങ്ങൾ അതിനെ പാടെ മറക്കുക. അതിലേക്ക് പിന്നെയും പിറകോട്ട് ചികഞ്ഞ് നോക്കാതിരിക്കുക. പിന്നെ എപ്പോഴും വേണ്ടുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ അതൊക്കെ കിട്ടിയതായിട്ട് വിചാരിച്ചിട്ട് യൂണിവേഴ്സിന് നന്ദി പറയുക. അതിനെപ്പോഴും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അതാണ് വേണ്ടുന്നത്. ഞാനിനിയും സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിനെ കുറിച്ചൊക്കെ വീഡിയോകൾ ഇടാം. അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് വിവിധ തരത്തിലുള്ള വീഡിയോകൾ ഇടാം. അതുപോലെ തന്നെ ഞാൻ ഇന്നർ ഹീലിങ്ങിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അതേപോലെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ നമ്പർ ഞാനിപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ നമ്പർ എടുത്തിട്ട് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ലിങ്കായിട്ട് തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് വഴി ക്ലാസ്സസ് എടുക്കുന്നത്. സാധാരണ ഞാൻ സ്കൂളുകളിലും കോളേജുകളിലൊക്കെയാണ് ക്ലാസ്സസ് എടുക്കാൻ പോകാറ്. അല്ലാതെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ക്ലാസ്സസുകൾ എടുക്കുന്നത്. അപ്പം യൂട്യൂബ് വഴി ഇങ്ങനൊരു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം ഒരുപാട് പേരിലേക്ക് എനിക്കത് എത്തിക്കാൻ കഴിയും.
എന്നൊരു ചിന്തയുടെ പുറത്താണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പം ഇനി ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരാം. പലതരം ക്ലാസ്സസുകളുണ്ട്, എല്ലാ ഡീറ്റെയിൽസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് യുവർ മാനിഫെസ്റ്റേഷൻ കോച്ച് മായ.